ചോളരാജ്യത്തിലെ കാവേരി പൂമ്പട്ടണം എന്ന സമ്പന്നമായ നഗരത്തിൽ കണ്ണകി ജീവിച്ചിരുന്നു. ധനികനായ ഒരു വ്യാപാരിയുടെ മകളായിരുന്നു കണ്ണകി. ശാന്തമായ സ്വഭാവവും സ്നേഹത്തോടെ സംസാരിക്കുന്ന രീതിയും കൊണ്ട് എല്ലാവർക്കും കണ്ണകിയെ ഇഷ്ടമായിരുന്നു. കോവലൻ എന്ന സമ്പന്നമായ യുവാവിനെ കണ്ണകി വിവാഹം ചെയ്തു. വിവാഹത്തിന് ശേഷം ഇരുവരും സന്തോഷമായി ജീവിച്ചു. വീട്ടിൽ സമ്പത്തും സന്തോഷവും ഒന്നും കുറവില്ലായിരുന്നു. അങ്ങനെ കഴിയുമ്പോൾ കോവലൻ രാജ്യസഭയിൽ നൃത്തം ചെയ്യുന്ന മാധവി എന്ന നർത്തകിയെ കണ്ടു. പിന്നീട് കോവലൻ മാധവിയോടൊപ്പം ജീവിക്കാൻ തുടങ്ങി. അവിടെ കഴിയുന്ന കാലത്ത് മാധവിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞാണ് മണിമേഖല. സ്വന്തമായിരുന്ന സമ്പത്ത് മുഴുവൻ അവൾക്കായി ചെലവാക്കി. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ മാധവിയും കോവലനെ വിട്ടുപോയി. അപ്പോൾ മാത്രമാണ് കോവലന് തൻ്റെ തെറ്റ് മനസ്സിലായത്. എല്ലാം നഷ്ടപ്പെട്ട് കോവലൻ കണ്ണകിയുടെ മുന്നിലേക്ക് തിരിച്ചു വന്നു. ആ സമയം കണ്ണകി ഒരു വാക്ക് പോലും ചോദിച്ചില്ല. കഴിഞ്ഞത് മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം എന്ന് പറഞ്ഞ് കണ്ണകി അവനെ സ്വീകരിച്ചു. തൻ്റെ കൈവശമുണ്ടായിരുന്ന ചിലമ്പിൽ ഒന്ന് അവന് കൊടുത്തു. ഇത് വിറ്റ് നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരുവരും മധുരയിലേക്ക് പോയി. അന്ന് മധുരയിൽ രാജ്ഞിയുടെ ചിലമ്പ് മോഷണം പോയിരുന്നു. ആ സമയത്ത് അവൻ മധുര നഗരത്തിൽ സ്വർണ്ണക്കാരൻ്റെ അടുത്തേക്ക് ചിലമ്പ് വിൽക്കാൻ പോയി. ആ സ്വർണ്ണക്കാരൻ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചതായിരുന്നു. കോവലൻ്റെ കയ്യിലെ ചിലമ്പ് കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടു. തൻ്റെ കുറ്റം പുറത്തു വരാതിരിക്കാൻ ഒരു കള്ളക്കഥ തീർത്തു. ഇതാണ് രാജ്ഞിയുടെ മോഷ്ടിക്കപ്പെട്ട ചിലമ്പ്, കള്ളൻ ഇതാണ് എന്ന് അവൻ ഉറക്കെ പറഞ്ഞു. കോവലൻ നിരപരാധിയായിരുന്നു. പക്ഷേ അന്വേഷണമൊന്നുമില്ലാതെ രാജാവിൻ്റെ ഉത്തരവിൽ സൈനികർ വന്നു. അവർ കോവലനെ പിടിച്ചുകെട്ടി നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. അവിടെ കുറ്റം തെളിയിക്കാതെയും സത്യം അന്വേഷിക്കാതെയും വധശിക്ഷ നടപ്പിലാക്കി. ഒരു നിമിഷം പോലും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം കിട്ടാതെ കോവലൻ കൊല്ലപ്പെട്ടു. അത് അറിഞ്ഞപ്പോൾ കണ്ണകിയുടെ ഹൃദയം തകർന്നു. അവൾ രാജ്യസഭയിൽ എത്തി. നിരപരാധിയായ എന്റെ ഭർത്താവിനെ എന്തിനു വധിച്ചു? എന്തിനു വധിച്ചു? നിരപരാധിയായ എന്റെ ഭർത്താവിനെ. കണ്ണകി, നിന്റെ ഭർത്താവ് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചത് അറിയപ്പെട്ടു. രാജ്യത്തിന്റെ നിയമമാണ് ശിക്ഷ നൽകിയതാണ്. രാജാവേ, എന്റെ ഭർത്താവ് കള്ളനല്ല, അവൻ നിരപരാധിയാണ്. നീ പറയുന്നത് സത്യമാണെങ്കിൽ തെളിവ് കാണിക്കൂ. രാജ്യത്തിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. എന്നാൽ ചിലമ്പ് കൊണ്ടുവരുവിൻ. സൈനികർ ചിലമ്പ് കൊണ്ടുവന്നു. കണ്ണകി ചിലമ്പെടുത്ത് പറഞ്ഞു, ഇതാണ് എൻ്റെ ചിലമ്പ്, ഇതിൻ്റെ ഉള്ളിൽ രത്നങ്ങളാണ്. കണ്ണകി ചിലമ്പെടുത്ത് പൊട്ടിച്ചു. അതിൽ നിന്ന് രത്നങ്ങൾ വീണപ്പോൾ സത്യം തെളിഞ്ഞു. രാജ്ഞിയുടെ ചിലമ്പിൽ മുത്തുകളായിരുന്നു. നിരപരാധിയെ കൊന്നതിൻ്റെ പാപബോധം സഹിക്കാനാകാതെ രാജാവും രാജ്ഞിയും അവിടെ തന്നെ വീണു മരിച്ചു. ആ ദുഃഖത്തിൽ കണ്ണകി മധുര നഗരത്തെ ശപിച്ചു. അതിനുശേഷം നഗരത്തിൽ തീ പടർന്നു. വീടുകളും വഴികളും കത്തിനശിച്ചു. ജനങ്ങൾ ഭയന്നോടി. അനീതി നടന്ന ആ നഗരം മുഴുവൻ തീയിൽ ചുട്ടുനശിച്ചു. മധുര നഗരം കത്തിച്ച ശേഷം കണ്ണകി ശാന്തി തേടി കേരളത്തിലേക്ക് യാത്രയായി. ആ യാത്രയിൽ അവൾ കിള്ളിയാർ നദിയുടെ തീരത്തെത്തി. അപ്പോൾ അവിടെ ആ പ്രദേശത്തെ പ്രമുഖനായ മുല്ലവീട്ടിൽ കാരണവർ നദിക്കരയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു കൊച്ചു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിയത്. എന്നെ ഒന്ന് അക്കരെ കടത്താമോ എന്ന് ആ കുട്ടി ചോദിച്ചു. കാരണവർ അവളെ തോണിയിൽ അക്കരെ കടത്തി. പിന്നീട് സ്നേഹത്തോടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടുകാർ ഭക്ഷണം കൊടുക്കാൻ ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിൽ ആ ബാലിക പെട്ടെന്ന് അപ്രത്യക്ഷമായി. ആ രാത്രിയിൽ കാരണവർക്ക് സ്വപ്നത്തിൽ ഒരു ദേവി ദർശനം നൽകി. ഞാൻ കണ്ണകിയാണ്. അടുത്തുള്ള കാവിൽ 3 വരകൾ ഉണ്ടാവും. അവിടെ എനിക്ക് ഒരു ക്ഷേത്രം പണിയണം. പിറ്റേന്ന് രാവിലെ കാരണവർ ആ സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ ദേവി പറഞ്ഞ പോലെ 3 വരകൾ കൃത്യമായി കണ്ടു. അവിടെ ഒരു ക്ഷേത്രം പണിതു. അതാണ് ഇന്ന് ആട്ടുംകാൽ ഭഗവതി ക്ഷേത്രം. കേരളത്തിലും തമിഴ്നാട്ടിലും അവളെ ആരാധിക്കപ്പെടുന്നു. കൊടുങ്ങല്ലൂരിലും ആട്ടുംകാലിലും കണ്ണകി അമ്മ ഭദ്രകാളി പൂജിക്കപ്പെടുന്നു. ഇതാണ് കണ്ണകിയുടെ കഥ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.